ഇത് കണ്ടോ, കഴിഞ്ഞ മഴയത്താണെങ്കിൽ ആരോ കുഴിച്ചിട്ടാന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ രാത്രി നടന്നു വരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ വൈകിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് പെട്ടുപിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു മണ്ണ് കൂന പോലെ കിടക്കുന്നു. എനിക്കങ്ങനെ ഡൗട്ട് തോന്നി, എന്താ സംഭവം. നോക്കിയപ്പോഴത്തേക്ക് എന്താ ക്യാഷാണ്. ഞാൻ വിചാരിച്ചിനി വല്ല ഫേക്കായിട്ടുള്ള പേപ്പർ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്ന് നോക്കി. പക്ഷെ അല്ല, അതിൻ്റെ കൂടെ ഏറ്റവും ഒരു ഗോൾഡും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കള്ളന്മാർ എവിടെന്നെങ്കിലും മോട്ടിച്ചുകൊണ്ട് വന്നിട്ടിട്ടയാണോ അതോ ഇനി ആരെങ്കിലും കുഴിച്ചിട്ടയാണോ എന്തോ ആണ്, ഇനി നിധിയാണോ, എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു ഇഷ്ടം പോലെ ക്യാഷാണ് കിട്ടിയത് കേട്ടോ. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരുടെയാണെങ്കിലും ഞാൻ തിരിച്ചു തരത്തില്ല. കാരണം വെച്ചാൽ ഞാൻ കഷ്ടപ്പെടുത്ത കൊത്തി എടുത്തിട്ട് ഞാനിത് വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇത് എനിക്ക് അർഹതപ്പെട്ട. ഇനി ഇതിൻ്റെ അവകാശം പറഞ്ഞാൽ ആരും ഇങ്ങോട്ടൊന്നും വന്നേക്കില്ലേ. എന്തായാലും കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി ഇച്ചിരി പ്രശ്നമുണ്ട്. എന്തോ ഭാഗ്യത്തിന് ദൈവമായാലും എനിക്ക് കാണിച്ചു തന്നെയാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ എല്ലാവരും പറയും, ഇതെന്താ നീ ഇത് കഴിഞ്ഞിട്ടാണോ ഇത് വോയിസ് ഇടുന്നതെന്ന്. സത്യമാണ്, എനിക്ക് ആ സമയത്ത് എനിക്ക് വോയിസ് ഇടാനൊന്നും പറ്റത്തില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് എല്ലാവരെയും അറിയിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇത്രയും എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എത്ര എമൗണ്ട് കിട്ടിയതെന്ന് ഞാൻ പറയില്ല. ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഗോൾഡാണെങ്കിൽ എനിക്കിനി കൊണ്ടുവന്ന് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, എത്ര റേറ്റ് കിട്ടുമെന്ന് നോക്കണം. നോക്കിയിട്ട് എല്ലാം കൂടെ നല്ലൊരു ക്യാഷ് ആക്കിയിട്ട് വേണം. കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് ബാധ്യതകളുണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കണം. ഇതുപോലെ നിങ്ങളും രാത്രിയിൽ എതുവഴിയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളിതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. നോക്കിക്കേ, ഒരു വലിയൊരു കെട്ടാണ്. ഇനി ഒരുപാടുണ്ട്, ഉള്ളിലോട്ടുണ്ട്. നോക്കിയാൽ മതി, ഫുള്ള് നിങ്ങൾ നോക്കിയാൽ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം എത്ര ക്യാഷ് ഉണ്ടെന്ന്. എനിക്ക് ഓരോ ഭാഗ്യമല്ലേ, എല്ലാവർക്കും ഇങ്ങനെ ഈ ഭാഗ്യം കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ ലോട്ടറി അടിച്ച മട്ടിലാണ്. ഇനി ഇതുകൊണ്ട് പോയി ഒരു അടിച്ച് പൊളിച്ചൊരു ലൈഫുണ്ട് കേട്ടോ. ഇതിപ്പോൾ എവിടാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലടയാറിൻ്റെ തീരത്താണേ. ഇപ്പോൾ ഫസ്റ്റ് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെയായിരിക്കും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വരുന്നതിനനുസരിച്ച് ഒരുപാട് ഉള്ളിലോട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ട് എന്താണെന്ന് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾക്കും ചിലപ്പോൾ ഇതുപോലൊരു ഭാഗ്യം എവിടെയെങ്കിലും നിങ്ങളെ തേടിയെത്താം. നോക്കിക്കോ, എനിക്ക് എന്തെല്ലാം കിട്ടുന്നതെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമല്ലേ. അപ്പോൾ നോക്കണേ എന്തോരം ക്യാഷ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതൊക്കെയാണ് സമയം തെളിയുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സമയം തെളിയും കേട്ടോ. അതുകൊണ്ട് ആരും